ചെമ്പനീർ പൂവിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ശ്രീകാന്തിന് സ്വന്തമായിട്ടൊരു റെസ്റ്റോറൻറ്റ് തുടങ്ങണമെന്നുള്ളൊരു ആഗ്രഹമുണ്ട്. ആ ആഗ്രഹം സഫലീകരിച്ചിട്ട് മാത്രമേ കുട്ടികളെ പറ്റി ആലോചിക്കുള്ളൂ എന്ന് വർഷം നമ്മുടെ മഹിമേനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അത് കേട്ടപ്പോഴേക്കും മഹിമ ഒരു ബ്ലാങ്ക് ചെക്കുമായിട്ട് ശ്രീകാന്തിൻ്റെ അടുത്തോട്ട് വന്നിരിക്കുകയാണ്. ശ്രീകാന്ത് വേണ്ടാന്നൊക്കെ പറയുമ്പോഴും മഹിമ പറയുന്നുണ്ട്, വർഷം ഞങ്ങൾക്ക് ഒറ്റ മകളാണ്, അവൾക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാകാൻ പാടില്ല. എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും കുട്ടികളുടെ കാര്യം ഒരിക്കലും ലേറ്റ് ആകരുത്, അത് നിങ്ങളുടെ ഭാവി ജീവിതത്തിൽ തന്നെ ബാധിക്കും, പ്രായം കൂടുന്തോറും എന്നൊക്കെ ശ്രീകാന്തിനെ പറഞ്ഞ് ഉപദേശിക്കുന്നുണ്ട്. ശ്രീകാന്ത് പറയുന്നുണ്ട്, എനിക്ക് വേണ്ട ആൻറ്റി, ഞാൻ ലോൺ എടുത്തിട്ടാണ് റെസ്റ്റോറൻറ്റ് തുടങ്ങാൻ പോകുന്നതെന്ന് പറഞ്ഞപ്പോഴൊന്നും നമ്മുടെ മഹിമ കേൾക്കുന്നില്ല. ശ്രീകാന്തിന് ഇവിടെ സാലറിയൊക്കെ കുറച്ച് കുറവല്ലേ, എനിക്ക് എൻ്റെ മകൾ എത്രയും പെട്ടെന്നൊരു കുഞ്ഞിനായിട്ട് നിൽക്കുന്നത് കാണണം, അടുത്ത വർഷം നിങ്ങളുടെ കയ്യിലൊരു കുട്ടി ഉണ്ടാവണം പ്ലീസ് ശ്രീകാന്ത് എന്ന് പറഞ്ഞിട്ട് ആ ചെക്ക് ശ്രീകാന്തിൻ്റെ കൈ വെച്ചിട്ട് മഹിമ അവിടെ നിന്നും പോകുവാണ്. ശ്രീകാന്തിന് അത് നിരസിക്കാൻ വേണ്ടാന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷെ മഹിമ കേൾക്കുന്നില്ല, അത് മേടിക്കാതെ തിരിച്ചു പോകുവാണ്. മഹിമയുടെ മുഖത്ത് സങ്കടം കണ്ടപ്പോൾ ശ്രീകാന്തിനും സങ്കടം വരുന്നുണ്ട്. കാരണം മഹിമ ഒരു കുട്ടിയെ പ്രതീക്ഷിച്ച് നിൽക്കുവാണെന്ന് ശ്രീകാന്തിന് മനസ്സിലായിട്ടുണ്ട്. തൻ്റെ മകളുടെ ഒരു കുഞ്ഞിനെ കാണണമെന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് മഹിമ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ശ്രീകാന്തിനെ മനസ്സിലായത് കൊണ്ട് തന്നെ ശ്രീകാന്ത് മഹിമയോട് ചൂടാവുന്നൊന്നുമില്ലേ, എന്നാലും ചെക്ക് തിരിച്ചേൽപ്പിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ മഹിമ അത് മേടിക്കാതെ ഓടിപ്പോവാണ്. ശ്രീകാന്ത് റെസ്റ്റോറൻറ്റിൽ പോയിട്ട് സുഹൃത്തിനോട് പറയുന്നുണ്ട്, എടാ ഞാൻ ഇപ്പോൾ വരാം, നീ ഈ ജോലിയൊക്കെ ഒന്ന് നോക്കിക്കോണെന്ന് ചോദിക്കുമ്പോഴേക്കും സുഹൃത്ത് ചോദിക്കുവാണേ, നീ എവിടെ പോവാടാന്ന് പറയുമ്പോഴേക്കും ദേ വർഷയുടെ അമ്മ വന്നിട്ട് എനിക്ക് ഈ ചെക്ക് തന്നിട്ടും പോയി. ഓ, നിങ്ങൾക്ക് റെസ്റ്റോറൻറ്റ് തുടങ്ങാനായിരിക്കും അല്ലേ, ഭാഗ്യവാൻ, എന്നാൽ പിന്നെ എളുപ്പം തുടങ്ങടാന്ന് പറയുമ്പോഴേക്കും ഹേയ്, ഈ കാശൊന്നും വെച്ച് ഞാൻ തുടങ്ങത്തില്ല, ഞാൻ ലോൺ എടുത്തിട്ടേ തുടങ്ങത്തുള്ളൂ എന്ന് പറയുമ്പോഴേക്കും സുഹൃത്ത് പറയുന്നുണ്ട്, എടാ വർഷയുടെ വീട്ടുകാർ തന്നെന്ന് വെച്ചാൽ ആ പൈസക്ക് നിനക്ക് അവകാശമുണ്ട്, നീ അതിലൊരു കുറച്ചിലും വിചാരിക്കണ്ടെന്ന് പറയുമ്പോഴേക്കും ശ്രീകാന്ത് പറയും, ഇതെനിക്ക് സ്ത്രീധനം മേടിക്കുന്നതിന് തുല്യ, എനിക്കത് ഇഷ്ടമില്ല, ഞാനിപ്പോൾ വരാടാ, നീ ഈ ജോലിയൊക്കെ ഒന്ന് നോക്കുമെന്ന് പറഞ്ഞിട്ട് ശ്രീകാന്ത് ഹോട്ടലിൽ നിന്ന് ഇറങ്ങുവാണേ. എല്ലാത്തിനും ആ വർഷയെ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് ശ്രീകാന്ത് റെസ്റ്റോറൻറ്റിൽ നിന്നിറങ്ങി നേരെ വർഷയുടെ സ്റ്റുഡിയോയിലോട്ട് പോവാണേ. അവിടെ വർഷയാണെങ്കിൽ ഇങ്ങനെ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കും ഡബ്ബിങ്ങിന് വേണ്ടിയിട്ട്. ശ്രീകാന്ത് പുറത്തുനിന്ന് വർഷയെ ഫോൺ വിളിക്കുന്നുണ്ട്. റെക്കോർഡിങ്ങിൻ്റെ തിരക്കായതുകൊണ്ട് തന്നെ വർഷ കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ അവിടുത്തെ സാറ് പറയുന്നുണ്ട്, വർഷ അർജൻറ്റ് കോൾ ആണെങ്കിൽ എടുത്തോ എന്ന് പറയുമ്പോഴേക്കും ഇല്ല സാർ, എൻ്റെ ഹസ്ബൻഡ്, ഞാൻ പിന്നെ വിളിച്ചോളാം എന്ന് പറയുവാണ്. ശ്രീകാന്ത് പിന്നെയും വിളിക്കുന്നുണ്ട്, വർഷ ഫോൺ എടുക്കുന്നില്ല. ലാസ്റ്റ് ശ്രീകാന്ത് ദേഷ്യത്തിൽ സ്റ്റുഡിയോയുടെ ഉള്ളിലോട്ട് കയറിപ്പോവാണേ. അപ്പോൾ അവിടുത്തെ ആളുകൾ പറയുന്നുണ്ട്, സാർ കയറല്ലേ, അവിടെ ടേക്ക് നടന്നുകൊണ്ടിരിക്കുകയെന്ന് പറയുമ്പോഴേക്കും ശ്രീകാന്ത് അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. വർഷ അവിടെ സൗണ്ട് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്ന മുറിയിലോട്ട് ശ്രീകാന്ത് ദേഷ്യത്തിൽ കയറിപ്പോയി വർഷയുടെ മുഖത്തോട്ട് ആ ചെക്ക് വലിച്ചെറിഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങുവാണേ. അപ്പോൾ വർഷ പറയുന്നുണ്ട്, ശ്രീകാന്തിന് എന്താ ബോധമില്ലേ, ഇവിടെ റെക്കോർഡിങ് നടന്നുകൊണ്ടിരിക്കുക, ഇങ്ങനെയൊന്നും കയറാൻ പാടില്ല എന്നൊക്കെ വർഷ പറയുന്നുണ്ട്. ശ്രീകാന്ത് അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. ആ ചെക്ക് എറിഞ്ഞതിന് ശേഷം ശ്രീകാന്ത് അതേപോലെ തന്നെ വന്ന പോലെ തന്നെ ഇറങ്ങി സ്റ്റുഡിയോയിൽ നിന്നും പോവാണ്. വർഷ ശ്രീകാന്ത് എറിഞ്ഞ പേപ്പർ എടുത്ത് നോക്കുമ്പോഴേക്കും ഡാഡിയുടെ ചെക്കാണെന്ന് മനസ്സിലാവുന്നുണ്ട്. അപ്പോഴേക്കും വർഷയ്ക്ക് ഏകദേശം പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ മനസ്സിലായി. വർഷയും അവിടെ നിന്ന് റെക്കോർഡിംഗ് ഒക്കെ നിർത്തി ഇറങ്ങുവാണ്. ബൈക്ക് എടുത്ത് പോകാൻ പോയ ശ്രീകാന്തിനെ തടഞ്ഞിട്ട് വർഷ ചോദിക്കുന്നുണ്ട്, ശ്രീകാന്തെ എന്താ ഇത്, സ്റ്റുഡിയോയിൽ വന്ന് ഇങ്ങനെയൊക്കെയാണോ പെരുമാറുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രീകാന്ത് പറയും, നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് വർഷേ, വീട്ടിൽ നടക്കുന്ന സംഭവങ്ങൾ നിൻ്റെ വീട്ടിലോട്ട് വിളിച്ചു പറയരുതെന്ന്. അപ്പോൾ വർഷ പറയും, എന്ത് സംഭവങ്ങൾ, നിൻ്റെ അച്ഛൻ എനിക്ക് സ്ത്രീധനം തന്നിട്ട് പോയതാ. സ്ത്രീധനോ? ശ്രീകാന്ത് എന്തൊക്കെയാ ഈ പറഞ്ഞത്? അല്ല, റെസ്റ്റോറൻറ്റ് തുടങ്ങാൻ പൈസ ആവശ്യമുണ്ടെന്ന് ഞാൻ നിന്നോട് പറഞ്ഞായിരുന്നോ, നിൻ്റെ അമ്മ എന്തിനാ എനിക്ക് കൊണ്ടുവന്ന് ഈ ബ്ലാങ്ക് ചെക്കൊക്കെ തരുന്നതെന്ന് പറഞ്ഞപ്പോഴേക്കും വർഷക്ക് കാര്യം മനസ്സിലാവുന്നുണ്ടേ. വർഷ പറയുന്നുണ്ട്, ഹോ, മമ്മി ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ കാഷ്വലായിട്ട് സംസാരിക്കുന്ന കൂട്ടത്തിൽ പറഞ്ഞു പോയതാ, കുട്ടികളെ പറ്റി സംസാരിച്ചപ്പോഴേക്കും ഞാൻ പറഞ്ഞു, ആദ്യം ശ്രീകാന്ത് റെസ്റ്റോറൻറ്റ് തുടങ്ങട്ടെ, അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇനി കുട്ടികളെ പറ്റിയുള്ള കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞു. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും മമ്മി ഇങ്ങനെ ബ്ലാങ്ക് ചെക്കും കൊണ്ട് വന്നതെന്ന് വർഷ പറയുന്നുണ്ട്. ശ്രീകാന്ത് പക്ഷേ അതൊന്നും കേട്ട് കൺവിൻസ് ആവുന്നില്ല. ശ്രീകാന്ത് പറയുന്നുണ്ട്, റെസ്റ്റോറൻറ്റ് തുടങ്ങാൻ എനിക്ക് സഹായം ആവശ്യമുണ്ടെന്ന് ഞാൻ നിന്നോട് പറഞ്ഞായിരുന്നോ? ഇല്ലല്ലോ, പിന്നെ നീ എന്തിനാ അമ്മേനോട് വിളിച്ച് പറയുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും വർഷ പറയും, അതിനെന്തിനാ ശ്രീകാന്ത് ഇങ്ങനെ ചൂടാവുന്നേ, അമ്മയുടെ കാശിന് നമുക്കും അവകാശമുണ്ട്, അത് എൻ്റെ അമ്മയല്ലേ. അപ്പോൾ ശ്രീകാന്ത് പറയും, പിന്നെ റെസ്റ്റോറൻറ്റ് തുടങ്ങാൻ ഞാൻ എൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് തന്നെ കാശ് മേടിക്കുന്നില്ല, പിന്നെയല്ലേ നിൻ്റെ വീട്ടുകാരുടെ കയ്യിൽ നിന്ന് മേടിക്കാൻ പോകുന്നത്, ഞാൻ ലോൺ എടുക്കാമെന്ന് പറഞ്ഞതല്ലേ, ആദ്യം ലോൺ റെഡിയാവോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം, ഇത് നമ്മുടെ ഇടയിലുള്ള പ്രശ്നമാണ്, വെറുതെ എന്തിനാ നീ അത് വീട്ടിലോട്ട് ഒക്കെ വിളിച്ചു പറഞ്ഞ് അവരെയൊക്കെ അറിയിച്ചെന്ന് ചോദിക്കുമ്പോഴേക്കും വർഷ പറയുന്നുണ്ട്, ശ്രീകാന്ത് എന്തിനാ ഇതൊരു നെഗറ്റീവായിട്ട് എടുക്കുന്നത്, ഇപ്പോൾ ശ്രുതി, ശ്രീകാന്തിൻ്റെ ചേട്ടൻ കട തുടങ്ങാൻ വേണ്ടിയിട്ട് ശ്രുതി ചേച്ചിയുടെ അച്ഛനല്ലേ പൈസ അയച്ചു കൊടുത്തത്, അവരതിലൊരു തെറ്റും കാണുന്നില്ലല്ലോ, പിന്നെ ശ്രീകാന്തിന് എന്താ കുഴപ്പമെന്ന് ചോദിക്കുമ്പോൾ ശ്രീകാന്ത് പറയും, അത് അവരുടെ വിഷയം, എന്നെ ബാധിക്കുന്നില്ല, എനിക്ക് അങ്ങനത്തെ പരിപാടിയൊന്നും ഇഷ്ടമില്ല വർഷേ, ഞാൻ എൻ്റെ സ്വന്തമായിട്ട് അധ്വാനിക്കുന്ന കാശ് കൊണ്ട് റെസ്റ്റോറൻറ്റ് തുടങ്ങുള്ളൂ എനിക്ക് നിർബന്ധമുണ്ട്, ലോൺ എടുത്തിട്ടാണെങ്കിലും ശരി, എനിക്ക് വേറൊരാളുടെ സഹായം ആവശ്യമില്ല എന്ന് ശ്രീകാന്ത് പറയുവാണേ.
ഇതൊക്കെ ശ്രീകാന്തിന് എൻ്റെ അമ്മയോട് തന്നെ നേരിട്ട് പറഞ്ഞൂടെ, എന്നോട് എന്തിനാ വന്ന് പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ ശ്രീകാന്ത് പറയും, നീയല്ലേ നിൻ്റെ അമ്മയെ പറഞ്ഞു വിട്ടത്. അപ്പോൾ വർഷ പറയും, പിന്നെ ഞാൻ എൻ്റെ ആവശ്യങ്ങൾക്ക് തന്നെ അമ്മേനോട് പൈസ ചോദിക്കാറില്ല, പിന്നെയല്ലേ ശ്രീകാന്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഞാൻ ചോദിക്കാൻ പോകുന്നത്. അവർക്ക് തരണം എന്ന് തോന്നി തന്നു, ശ്രീകാന്തിന് അത് സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ സ്വീകരിച്ചോ, അല്ലെങ്കിൽ അത് കീറിക്കളഞ്ഞാൽ പോരെ, അല്ലാതെ ഇങ്ങനെ എൻ്റെ സ്റ്റുഡിയോയിൽ വന്നിട്ട് ബഹളം വെക്കണോ. ഇനി മേലെ ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് വന്ന് ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാൽ എൻ്റെ സ്വഭാവം മാറും ശ്രീകാന്തെ, പറഞ്ഞേക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് വർഷ അവിടെ നിന്നും പോവാണേ. പിന്നെ കാണിക്കുന്നത് ആദ്യയാണ്. ശ്രുതിയെ വെയിറ്റ് ചെയ്ത് ആദ്യം ഇങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ ശ്രുതിയുടെ അമ്മ പറയുന്നുണ്ട്, എടാ മോനെ നീ വന്ന് എന്തെങ്കിലും കഴിക്കുക, അമ്മ വന്നോളൂ എന്ന് പറയുമ്പോഴേക്കും ആദ്യം പറയുന്നുണ്ട്, ഇല്ല അമ്മ വന്നിട്ടേ ഞാൻ എന്തെങ്കിലും കഴിക്കുള്ളൂ, അമ്മയോട് നേരത്തെ വരണം എന്ന് ഞാൻ പറഞ്ഞതല്ലേ, ഇതുവരെ വന്നിട്ടില്ല, അമ്മ വന്നാലേ ഞാൻ അകത്തോട്ട് കയറത്തുള്ളൂ എന്ന് പറഞ്ഞ് വീടിൻ്റെ പുറത്ത് തന്നെ നിൽക്കുവാണ് ശ്രുതിയെയും കാത്ത്. അപ്പോഴേക്കും ശ്രുതി വരുന്നുണ്ട്. ശ്രുതിയെ കാണുന്നതും ആദിക്ക് ഭയങ്കര സന്തോഷവുമാണ്. ചാടിപ്പോയി ശ്രുതിയെ കെട്ടിയൊക്കെ പിടിക്കുന്നുണ്ട്. ശ്രുതി ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പറയുന്നുണ്ട് മോനെ. എന്നിട്ട് ശ്രുതിയുടെ കൈയും പിടിച്ച് അകത്തോട്ടൊക്കെ കയറുവാണ്. അപ്പോൾ ശ്രുതിയുടെ അമ്മ പറയുന്നുണ്ട്, എനിക്ക് ടെൻഷനായിരുന്നു, നിനക്ക് വരാൻ പറ്റുമോ, ഇനി എന്തെങ്കിലും പ്രശ്നം കാരണം നീ വരാതിരിക്കുമോ എന്നൊക്കെ ഞാൻ വിചാരിച്ചിരിക്കുമായിരുന്നു എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയും, എൻ്റെ മകൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ വരാതിരിക്കും അമ്മേ. ആദി പറയുന്നുണ്ട്, അമ്മേ ഇന്ന് പിറന്നാളിൽ എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും വരുന്നുണ്ട്, അവരോട് എല്ലാവരോടും ഞാൻ പറയും ഇതാണ് എൻ്റെ അമ്മ എന്ന് പറയുവാണേ. അപ്പോഴേക്കും ശ്രുതിക്ക് ടെൻഷനാവും, കാരണം ആരും അറിയരുതെന്ന് പറഞ്ഞ കാര്യമല്ലേ. അപ്പോൾ ശ്രുതിയുടെ അമ്മ പറയും, മോളെ ഇന്നലെ രാത്രി ഒന്നും ഉറങ്ങിയിട്ടില്ല, നിന്നെപ്പറ്റി തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു, ദേ ഇപ്പോഴും കൂടി വീടിൻ്റെ പുറത്തിറങ്ങി നിന്നെയും നോക്കിക്കൊണ്ട് നിൽക്കുമായിരുന്നു എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയും, ആദി ഇപ്പോൾ നീ ആരോടും എന്നെപ്പറ്റി അമ്മയാണെന്ന് പറയണ്ടെന്ന് പറയുമ്പോഴേക്കും ആദിമോൻ പറയുന്നുണ്ട്, അതെന്താ അമ്മ പറഞ്ഞാൽ എൻ്റെ കൂട്ടുകാരൊക്കെ എന്നെ ഒരുപാട് കളിയാക്കും, അവർക്കൊക്കെ എനിക്ക് കാണിച്ചു കൊടുക്കണം ഇതാണ് എൻ്റെ അമ്മ എന്ന് പറഞ്ഞ്, എല്ലാവർക്കും ഞാൻ കാണിച്ചു കൊടുക്കും എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയും, അത് നമുക്ക് പയ്യെ കാണിക്കാം, വേറൊരു ദിവസം പറയാമെന്ന് പറയുമ്പോഴേക്കും ആദി പറയും, ഇനി എപ്പോഴാ അമ്മേ ഇപ്പം പറയാമെന്ന് പറയുമ്പോഴേക്കും ശ്രുതി സമ്മതിക്കുന്നില്ലേ, മോനെ ഇപ്പം പറയണ്ട മോനെ, വേറൊരു ദിവസം ഞാൻ തന്നെ വന്ന് നിൻ്റെ ഫ്രണ്ട്സിൻ്റെ മുമ്പിൽ എല്ലാവരുടെ മുമ്പിലും ഞാൻ പറയും ഇതെൻ്റെ മകനാണ്, ആദിയുടെ അമ്മയാണ് ഞാനെന്നൊക്കെ എല്ലാവരുടെ മുമ്പിലും ഞാൻ വിളിച്ചു പറയും, അതുവരെ മോൻ ആരോടും പറയരുത്, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അമ്മക്ക് ഒരുപാട് ബുദ്ധിമുട്ടും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും മോനെ എന്ന് പറയുമ്പോഴേക്കും ആദിക്കത് മനസ്സിലാവുന്നുണ്ടേ. ആദി പറയും, ശരി അമ്മേ, അമ്മയ്ക്ക് വിഷമുണ്ടാക്കുന്ന ഒരു കാര്യങ്ങളും ഞാൻ ചെയ്യില്ല എന്നൊക്കെ പറയുവാണ്. എന്നിട്ട് ശ്രുതി മേടിച്ചുകൊണ്ട് വന്ന ഡ്രസ്സൊക്കെ ആദിമോന് കൊടുക്കുവാണേ. അത് കാണുമ്പോഴേക്കും ആദിക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. അമ്മേ ഞാനിത് ഇട്ടിട്ട് വന്ന് കാണിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് മുറിയിലോട്ട് ഓടിപ്പോവാണ് ഡ്രസ്സ് മാറാൻ വേണ്ടിയിട്ട്. അപ്പോൾ ശ്രുതി ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുവാണ്. അപ്പോൾ ശ്രുതിയുടെ അമ്മ പറയും, മോളെ അവൻ്റെ സന്തോഷം കണ്ടോ, അവന് നീ എപ്പോൾ വരും നിന്നെപ്പറ്റിയുള്ള വിചാരം മാത്രമേ ഉള്ളൂ, നീയാണ് അമ്മ എന്ന് അവനെ മനസ്സിലായി കഴിഞ്ഞു, ഇനി നിന്നെ വിട്ട് അവൻ ഒരിക്കലും നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല, വലുതായി വരുമല്ലേ മോളെ അവൻ എന്നൊക്കെ പറയുവാണ്. ശ്രുതി ഒന്നും മിണ്ടുന്നില്ലേ. ആദ്യം ഇന്നലെ രാത്രിയൊക്കെ ഇരുന്ന് പറയുമായിരുന്നു, ഞാൻ വലുതായി കഴിഞ്ഞിട്ട് എൻ്റെ അമ്മയൊക്കെ അത് മേടിച്ചു കൊടുക്കും ഇത് മേടിച്ചു കൊടുക്കും, പഠിച്ച് വലിയ ആളാവും എന്നൊക്കെ അവൻ ഒരുപാട് സ്വപ്നങ്ങൾ കാണുന്നുണ്ട് മോളെ, അവൻ വലുതായിക്കൊണ്ടിരിക്കുക, അവൻ ഇനി ഒരുപാട് ചോദ്യങ്ങൾക്ക് നീ ഉത്തരം കൊടുക്കേണ്ടി വരും, നീ എത്ര നാൾ അവനെ നിന്നിൽ നിന്ന് അകറ്റി നിർത്തും, അവന് നിൻ്റെ സാമീപ്യം വേണമെന്നൊക്കെ അവൻ ആഗ്രഹിക്കുന്നുണ്ട് മോളെ എന്നൊക്കെ പറയുമ്പോൾ ശ്രുതി പറയും, അമ്മേ അതിനെപ്പറ്റിയൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാമെന്ന് പറയുമ്പോൾ അമ്മ പറയും, എപ്പോൾ മോളെ ഇപ്പോൾ തന്നെ എന്തോരം താമസിച്ചു, അവനെ നിൻ്റെ കൂടെ നിർത്താൻ പോലും നിനക്ക് സാധിക്കുന്നില്ലല്ലോ. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, അമ്മേ ഞാൻ ശ്രുതിയെ എങ്ങനെയെങ്കിലും സമാധാനിപ്പിച്ചിട്ടാണ് ഇപ്പം ഇങ്ങോട്ടേക്ക് വന്ന് നിൽക്കുന്നത്, അമ്മ ഒന്നും മിണ്ടാതെ നിൽക്കേ, ഞാൻ അല്ലെങ്കിൽ തന്നെ എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്ന് പറയുമ്പോൾ അമ്മ വിടുന്നില്ലേ, മോളെ പ്രശ്നങ്ങളുണ്ടാകും എന്ന് പറഞ്ഞ് അവൻ ഇനി നാളെ ഒരു സമയത്ത് അവൻ്റെ അച്ഛനെ പറ്റി ചോദിക്കും, എന്തായാലും ചോദിക്കും, അവനോട് ഞാൻ എന്താ പറയണ്ടേന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതിക്ക് ദേഷ്യം വരുവേ. അതിനെപ്പറ്റിയൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം അമ്മേ, ഇപ്പോൾ എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, അതിൻ്റെ ഇടയിൽ ഇതും കൂടി ചോദിക്കല്ലേ, ഞാൻ ഈ വീട്ടിലോട്ട് എപ്പോൾ കയറി വന്നാലും അമ്മയ്ക്ക് ഇത് മാത്രമേ എന്നോട് ചോദിക്കാനുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ശ്രുതി അമ്മയോട് ഭയങ്കരമായിട്ട് ചൂടാവുകയാണേ. അപ്പോഴേക്കും അമ്മ പറയും, മോളെ നീ പിന്നെ ഇതിനെപ്പറ്റി സംസാരിച്ചാൽ മതി, പക്ഷേ ഈ സത്യം നിനക്ക് ഒരുപാട് നാളൊന്നും എല്ലാവരിൽ നിന്നും മറച്ചു വെക്കാൻ സാധിക്കില്ല, അത് നീ ഓർത്തോ, ഇപ്പോൾ നീ എവിടെയും പോകണ്ട, അവിടെ തന്നെ ഇരിക്കുക, ഞാൻ നിനക്ക് കഴിക്കാൻ എന്തെങ്കിലും എടുത്തുകൊണ്ടും വരാമെന്ന് പറഞ്ഞിട്ട് അമ്മ പോവുകയാണേ അകത്തോട്ട്. പിന്നെ കാണിക്കുന്നത് ആദ്യ കോട്ട് സ്യൂട്ടൊക്കെ ഇട്ട് നല്ല അടിപൊളി ലുക്കിൽ വരുവാണ്. ശ്രുതിക്ക് ആദ്യം കാണുമ്പോൾ ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. ആദ്യം ചോദിക്കുന്നുണ്ട്, എങ്ങനെയുണ്ട് അമ്മ ഇപ്പോൾ എന്നെ കാണാൻ നല്ല ഭംഗിയൊക്കെ ഇല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും ശ്രുതി എൻ്റെ മകൻ എപ്പോഴും സുന്ദരനല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ശ്രുതി ചോദിക്കും, അമ്മേ കേക്ക് വന്നായിരുന്നു ഞാൻ ഓർഡർ ചെയ്തത്. അപ്പോൾ അമ്മ പറയുന്നുണ്ട്, ആ മോളെ കേക്ക് ദേ ഇപ്പോൾ കൊണ്ടുവന്നേ ഉള്ളൂ, ഞാനതെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെന്ന് പറയുവാണേ. അപ്പോഴേക്കും ആദ്യം പറയും, നമുക്കന്ന് കേക്ക് മുറിക്കാം അമ്മയെന്ന് ചോദിക്കുമ്പോഴേക്കും വിളിച്ചെല്ലാവരും വരട്ടെ എന്ന് പറയുന്ന സമയത്ത് തന്നെ എല്ലാവരും വരുവാണേ. ആദ്യയുടെ ഫ്രണ്ട്സും അടുത്തുള്ള
പ്രായത്തിലുള്ള ചേച്ചിമാരൊക്കെ വരുവാണ്. അവരെല്ലാവരും നമ്മുടെ ശ്രുതിയുടെ വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. കല്യാണി, എത്ര നാളായി കണ്ടിട്ട്, നിന്നെ കാണാനേ കിട്ടുന്നില്ലല്ലോ, ഇവിടെ നിൻ്റെ അമ്മയും മകനും എല്ലാം ഒറ്റയ്ക്കാണ്, ഇവരെയും കൂടി നിനക്ക് നിൻ്റെ കൂടെ നിർത്തിക്കൂടെന്ന് ചോദിക്കുമ്പോഴേക്കും അമ്മ പറയും, ഏയ് നമ്മുടെ നാട് ഇതല്ലേ, ഇത് വിട്ടിട്ട് ഞാൻ എവിടെയും പോവില്ല, ഞങ്ങൾ ഇവിടെ തന്നെ നിന്നോളാം എന്നൊക്കെ പറയുവാണേ ശ്രുതിയുടെ അമ്മ. അപ്പോഴേക്കും ശ്രുതി പറയും, അമ്മേ എല്ലാവരും വന്നില്ലേ, നമുക്കിനി കേക്ക് മുറിച്ചാലോ എന്ന് ചോദിക്കുമ്പോഴേക്കും അമ്മ പറയും, ആ മോളെ നീ പോയി എടുത്തോണ്ട് വാന്ന് പറയുവാണ്. ശ്രുതി കേക്ക് എടുക്കാൻ വേണ്ടി പോവാണേ. അങ്ങനെ അപ്പോഴേക്കും ആദിയുടെ ഫ്രണ്ട്സൊക്കെ ചോദിക്കുന്നുണ്ട്, എടാ ഇത് നിനക്ക് ആര് മേടിച്ചു തന്നതാ, നല്ല അടിപൊളി കോട്ടാണല്ലോ എന്ന് പറയുമ്പോഴേക്കും ആദ്യമോ ഭയങ്കര സന്തോഷത്തിൽ എൻ്റെ അമ്മ മേടിച്ചു തന്നതാന്ന് പറഞ്ഞിട്ട് ശ്രുതിയെ നോക്കുവേ. അപ്പോഴേക്കും ശ്രുതി പറയും, പ്ലീസ് പറയല്ലേ എന്ന് പറയുമ്പോഴേക്കും ആദി പറയുന്നുണ്ട്, അമ്മയല്ല എൻ്റെ ചേച്ചി മേടിച്ചു തന്നതാന്ന് സുഹൃത്തുക്കളോടൊക്കെ പറയുവാണേ. അപ്പോൾ അവർ പറയും, ഈ ഡ്രസ്സ് നീ ക്ലാസ്സിലിട്ടുകൊണ്ട് വാടാന്ന് പറയുമ്പോഴേക്കും ആദി പറയുന്നുണ്ട്, അതിൻ്റെ ബർത്ത്ഡേ കഴിയട്ടെ, അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഫംഗ്ഷൻ വരുമ്പോൾ ഇത് ഞാൻ ഇട്ടുകൊണ്ട് വരാം എന്നൊക്കെ ആദി പറയുവാണേ. അങ്ങനെ ശ്രുതി കേക്കൊക്കെ കൊണ്ടുവന്ന് ടേബിളിൽ വെക്കുവാണ് കട്ട് ചെയ്യാൻ വേണ്ടി. ഈ ടൈമിലാണ് നമ്മുടെ സച്ചിൻ രേവതിയും കൂടി ആദിക്കുള്ള ഉടുപ്പുമായിട്ട് വീട്ടിലോട്ട് വരുന്നത്. അവർ വരുമ്പോഴേക്കും പറയുന്നുണ്ട്, ഇന്നെന്താ രേവതി വീട് നിറച്ച ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, ബലൂണൊക്കെ കിട്ടിയിട്ടുണ്ട്. എന്ത് വിശേഷമാണെന്ന് തോന്നുന്നു സച്ചിയേട്ടാ, നമുക്ക് കയറി നോക്കാമെന്ന് പറയുമ്പോഴേക്കും ആദി കൂട്ടുകാരായിട്ട് പുറത്തോട്ട് ഓടി വരുവാണെങ്കിൽ നല്ല കോട്ടൊക്കെ ഇട്ടിട്ട്. അപ്പോൾ സച്ചി ചോദിക്കും, എടാ ആദി ഇതെന്താ നല്ല അടിപൊളിയായിട്ടുണ്ടല്ലോ, ഇന്ന് എന്താ വിശേഷം എന്ന് ചോദിക്കുമ്പോൾ ആദി പറയും, ഇന്നെൻ്റെ ബർത്ത്ഡേ ആണെന്ന് പറയുമ്പോഴേക്കും ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞ് സച്ചി കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട്. നമ്മൾ കറക്റ്റ് സമയത്താണല്ലേ രേവതി വന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ സച്ചിയും രേവതിയും കാണുന്നതും ശ്രുതിയുടെ അമ്മ വല്ലാണ്ടാവുകയാണ്. അപ്പോൾ ശ്രുതിയുടെ അമ്മ ഇങ്ങനെ ഷോക്കായിട്ട് നിൽക്കുന്നത് കാണുമ്പോഴേക്കും ശ്രുതിയും ഒന്ന് നോക്കും. ശ്രുതി നോക്കുമ്പോൾ സച്ചിയും രേവതിയും, ശ്രുതി എളുപ്പം അടുക്കളയിലോട്ട് ഓടുവാണ് ഇവരെ കണ്ടതും. ശ്രുതിക്കും വല്ലാണ്ടായിപ്പോയി, കാരണം ഇവരെ ആരും ആ വീട്ടിൽ ആ സമയത്ത് പ്രതീക്ഷിച്ചില്ലല്ലോ. അപ്പോഴേക്കും സച്ചിൻ രേവതി അകത്ത് വന്ന് അമ്മയോട് സംസാരിക്കുന്നുണ്ട്. അമ്മേ ഇന്നിവൻ്റെ ബർത്ത്ഡേ ആണല്ലേ. അപ്പോൾ അമ്മ പറയും, മോളെ ഞാൻ നിങ്ങളെ വിളിക്കണം എന്നോർത്തതാ, പിന്നെ ജോലിക്കാര്യത്തിൽ നിങ്ങൾ തിരക്കായിരിക്കുമല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ വിളിക്കാതിരുന്നത്, കേക്ക് മുറിക്കാൻ വേണ്ടി പോവായിരുന്നു എന്ന് പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, എന്തായാലും ഞങ്ങൾ കറക്റ്റ് സമയത്താണ് വന്നത്, ഞങ്ങളെ വിളിച്ചില്ലെങ്കിലും ഞങ്ങൾ വന്നത് കണ്ടോ, അതാണ് ആദിമോനോട് ഞങ്ങൾക്കുള്ള സ്നേഹം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, ഞാൻ ട്രിപ്പ് പോയപ്പോഴത്തേക്കും രേവതിക്ക് സാരി മേടിച്ചായിരുന്നു, അപ്പോൾ ആ കടയിൽ കയറിയപ്പോഴേക്കും ആദ്യം 2-3 ഡ്രസ്സ് മേടിച്ചു, അത് കൊടുക്കാൻ വേണ്ടി വന്നതാണ്, വെറുതെ മേടിച്ച ഡ്രസ്സ് ഇപ്പോൾ പിറന്നാളിന് കൊടുക്കുന്ന ഡ്രസ്സ് പോലെയായി. കേക്കൊക്കെ റെഡിയാണല്ലോ എന്നൊക്കെ പറയുവാണ്. അപ്പോൾ നമുക്ക് എന്തായാലും കേക്ക് മുറിച്ചിട്ട് പോവാല്ലേ രേവതി, കറക്റ്റ് സമയത്താണ് നമ്മൾ എത്തിയെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേൾക്കുമ്പോഴേക്കും ശ്രുതിക്കും അമ്മയ്ക്കും ആദിക്കും ഭയങ്കര സങ്കടമാവുകയാണേ. കാരണം ശ്രുതി അടുക്കളയിൽ ഇങ്ങനെ പേടിച്ച് നിൽക്കുവാണ്, ടെൻഷൻ കയറിയിട്ട്. ആദിക്കും സങ്കടമാണ്, കാരണം കേക്ക് മുറിക്കുമ്പോൾ അമ്മ വേണം ആദിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഇവരുള്ളത് കൊണ്ട് തന്നെ അമ്മ പുറത്തോട്ട് വരില്ലെന്ന് ആദിമോനും മനസ്സിലായിട്ടുണ്ട്. അവൻ ഇങ്ങനെ അടുക്കള ഭാഗത്തോട്ട് തന്നെ നോക്കിക്കൊണ്ടിരിക്കുവാണേ. അപ്പോൾ സച്ച് ചോദിക്കുന്നുണ്ട്, നീ എന്താണ് അങ്ങോട്ട് തന്നെ നോക്കിയിരിക്കുന്നേ, ഇങ്ങോട്ട് വാ, ഈ തൊപ്പിയൊക്കെ വെക്കുമെന്ന് പറഞ്ഞിട്ട് ബർത്ത്ഡേക്ക് മുറിക്കാനുള്ള തൊപ്പിയൊക്കെ വെച്ച് കൊടുക്കുവാണേ. രേവതിയോട് ചോദിക്കും, നല്ല ഭംഗിയുണ്ടല്ലോ രേവതി, നീ ഒരു ഫോട്ടോ എടുത്തേ ഫോണിലെന്നൊക്കെ പറഞ്ഞിട്ട് അവർ എല്ലാവരും കൂടി ചേർന്നൊരു സെൽഫിയൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോഴേക്കും സച്ച് ചോദിക്കും, അമ്മേ എല്ലാവരും ആയില്ല, ഇനി കേക്ക് മുറിക്കാലോ നമുക്കെന്ന് ചോദിക്കുമ്പോഴേക്കും അമ്മ പറയും, മുറിക്കാം, അതിനെന്താ. അപ്പോൾ ആദ്യം പറയുന്നുണ്ട്, അമ്മുമ്മേ അമ്മ. അപ്പോഴേക്കും രേവതി ഇങ്ങനെ നോക്കും, അമ്മയോ? ഇല്ല, അത് കേക്ക് മുറിക്കും, അവന് ആ ഒരു വിചാരം, ഞാൻ കത്തിയൊക്കെ എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ട് അമ്മ നേരെ അടുക്കളയിലോട്ട് ഓടുവാണ്. അടുക്കളയിലാണെങ്കിൽ ശ്രുതി ഇങ്ങനെ ദേഷ്യം വന്ന് നിൽക്കുവാണ്. അപ്പോൾ അമ്മ ഇങ്ങനെ ഭയങ്കര സങ്കടത്തോടെ ശ്രുതിയെ നോക്കുമ്പോഴേക്കും ശ്രുതി പറയും, ഞാൻ ഇനി അങ്ങോട്ടേക്ക് വരുന്നില്ല, നിങ്ങൾ തന്നെ കേക്ക് മുറിച്ച് ആഘോഷിച്ചു എന്ന് പറയുവാണ്. വേറെ നിവർത്തിയില്ലാത്തതുകൊണ്ട് തന്നെ അമ്മ കത്തിയായിട്ട് പോവാണ് കേക്ക് മുറിക്കാനുള്ളത്. എന്നിട്ട് എല്ലാവരോടും പറയും, വാ നമുക്കിനി കേക്ക് മുറിക്കാം എന്നൊക്കെ പറയുവാണേ. അപ്പോൾ കൂടെ നിന്ന് ചേച്ചിമാർ ചോദിക്കുന്നുണ്ട്, അല്ല നമ്മുടെ കല്യാണി എവിടെയെന്ന് ചോദിക്കുവാണ്. അത് കേൾക്കുമ്പോഴേക്കും ശ്രുതി അടുക്കളയിൽ നിന്ന് ടെൻഷൻ ആവുകയാണേ. സച്ചി ചോദിക്കുന്നുണ്ട്, നീ എന്താടാ പിറന്നാളായിട്ട് മുഖമൊക്കെ ഇങ്ങനെ കയറ്റിപ്പിടിച്ച് നിൽക്കുന്നേ, ഒന്ന് ചിരിച്ചേന്ന് പറയുമ്പോഴേക്കും ആദ്യം പറയുന്നുണ്ട്, അത് പിന്നെ അമ്മ, അല്ല ചേച്ചി. അപ്പോഴേക്കും ശ്രുതിയുടെ അമ്മ വല്ലാണ്ടാവുകയാണേ. അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അമ്മ ഒന്ന് ഇങ്ങോട്ട് വന്നേ, എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറയുവാണ്. അപ്പോൾ അമ്മ ചോദിക്കും, എന്താ മോനെ പറഞ്ഞോ. അല്ല ഇങ്ങോട്ടേക്ക് വാ, ഒരു കാര്യം, അത് കഴിഞ്ഞിട്ട് നമുക്ക് കേക്ക് മുറിക്കാം എന്നൊക്കെ പറയുവാണ്. എന്നിട്ട് സച്ചിയും രേവതിയും അമ്മയും ആദിമോനും കൂടി പുറത്തോട്ട് പോവുകയാണേ. ഇവർ സംസാരിക്കുന്നതൊക്കെ ശ്രുതി ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നുമുണ്ട്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, ഇവൻ എന്താ ഇന്നത്തെ ദിവസം ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നതെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. അപ്പോഴേക്കും അമ്മ ചോദിക്കും, എന്താ മോനെ. അവൻ്റെ അമ്മയുടെ ഓർമ്മ വരുന്നുണ്ട്, അമ്മയ്ക്ക് പകരമല്ല അവൻ ആ ചേച്ചിയെ കാണുന്നത്, ആ ചേച്ചിയെങ്കിലും വേണം. നിങ്ങളെ ഇവിടെ ഒറ്റക്ക് നിർത്തിയിട്ട് അവരവിടെ എന്ത് ചെയ്യുക, അമ്മ ആദ്യം ഫോൺ വിളിച്ചേ, ഞാൻ അവരോട് സംസാരിക്കട്ടെ എന്ന് പറയുവാണ്. അപ്പോഴേക്കും അമ്മ പറയുന്നുണ്ട്, അവൾ അവിടെ ജോലി തിരക്കിലായിരിക്കും മോനെ ഇപ്പം വിളിച്ച, അതൊന്നും സാരമില്ല, അമ്മ വിളിച്ചു നോക്ക്, ഞാൻ സംസാരിക്കാം, ആരെങ്കിലും ചോദിക്കാനും പറയാനുണ്ടെങ്കിൽ അവർക്ക് അതിൻ്റെ ചൂടൊക്കെ
വരത്തുള്ളൂ. അമ്മ വിളിക്കുമെന്ന് പറയുമ്പോഴേക്കും രേവതി പറയും, വേണ്ട സച്ചിയേട്ടൻ എന്തെങ്കിലും ചൂടായിട്ടേ സംസാരിക്കുള്ളൂ, അവർക്ക് കാര്യം പറഞ്ഞ് ഞാൻ മനസ്സിലാക്കാം, അമ്മ വിളിച്ചതാ, ഞാൻ സംസാരിക്കാം എന്നൊക്കെ പറയുവാണ്. പക്ഷെ അമ്മ സമ്മതിക്കുന്നില്ല. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, സച്ചിയും വിട്ടുകൊടുക്കുന്നില്ല, അമ്മ വിളിക്ക്, ഈ പ്രായത്തിൽ ആരും ഇല്ലാത്തതിൻ്റെ വിഷമം എനിക്ക് എന്താണെന്ന് നല്ലതുപോലെ അറിയാം, ആ വിഷമം ആദിമോൻ ഒരിക്കലും അനുഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ല, അമ്മ ഫോൺ വിളിച്ച് ഞാൻ സംസാരിക്കാം എന്നൊക്കെ സച്ചി പറയുവാണ്. ഇത്രയും കാണിച്ചുകൊണ്ടാണ് നാളത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചെമ്പനീർ പൂവിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവർക്കും നന്ദി.